ഹായ്, ഞാനിപ്പോൾ പുറത്തൊക്കെ പോയി വന്നൊരു ചായയൊക്കെ കുടിച്ച് ഇപ്പോൾ ചോറടുപ്പത്തുണ്ട്. ഞാൻ ഇന്നലെ പകുതി വഴിക്ക് നിർത്തിയില്ലേ, അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. എൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ മരിച്ചു. എൻ്റെ അച്ഛൻ്റെ മരണം എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു അപകട മരണമായിരുന്നു. ആ അപകട മരണ സമയത്താണ് എനിക്കൊരു വലിയൊരു ദുരന്തം സംഭവിച്ചത്. ഒരു വലിയൊരു ആക്സിഡൻറ്റ്, ഒരു മേജർ ആക്സിഡൻ്റ് ആയിരുന്നു. ഇത് 20 വയസ്സ് സമയത്താണ് എനിക്കത് സംഭവിക്കുന്നത്. അത് എന്ന് പറഞ്ഞാൽ ബസ്സുകൾ തമ്മിൽ മത്സരിച്ചോടിയതാണ്. ആ ബസ് പോയിട്ട് മരത്തിനിടിച്ചോട് കൂടിയിട്ട് ഞാൻ ഫ്രണ്ടിലായിരുന്നു ഇരുന്നത്. അതിൻ്റെ ഉള്ളിൽ പോയി ജാമായി എന്നല്ല, എനിക്ക് എൻ്റെ ഡിസ്ക് പൊട്ടി. കാലിൻ്റെ 2 കാലിൻ്റെയും തുടയിൽ തലങ്ങും വിലങ്ങും പൊട്ടി വേറിട്ടു. എൻ്റെ യൂട്രസ് പൊട്ടി, ബ്ലാഡർ പൊട്ടി, നിൽക്കാതെ ബ്ലീഡിങ് ആയിരുന്നു. അങ്ങനെ ആ ബസ്സുകാർ ഓടി. അങ്ങനെ മറ്റേ ബസ്സുകാർ വന്ന് നമ്മളതിനെയൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് എന്നെ എടുത്തോടുകൂടി എൻ്റെ പൊട്ടി നിൽക്കുന്ന എല്ലുകൾ മൊത്തം വേറിട്ടു. അപ്പോൾ എന്നെ ഇങ്ങനെ കിടത്തി കൊണ്ടുപോകുമ്പോഴേ അവർ പറഞ്ഞിട്ട് ആകെ കൊളായിരുന്നു എന്ന് പറയുന്നുണ്ട്. നേരെ അവർ മൗലാന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഫസ്റ്റ് ഡോക്ടർ എൻ്റെ അടുത്ത് ഓടി വന്നപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എനിക്ക് മൂത്രം ഒഴിക്കാമെന്ന് പറയുന്നുണ്ട്, പക്ഷേ യൂറിൻ പാസ് ചെയ്യാൻ പറ്റുന്നില്ല. ബ്ലാഡറൊക്കെ അപ്പോഴേക്കും നീര് വന്ന് മൂടി. അപ്പോൾ ഫസ്റ്റ് അവർ മൂത്രം ഒഴിക്കാൻ ട്യൂബ് ഇട്ടു. അത് കഴിഞ്ഞ് ബ്ലഡ് പോയിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് ചോദിച്ചു, പീരീഡ്സ് ആണോ ചോദിച്ചപ്പോൾ നല്ല, ഞാൻ ഈ ആക്സിഡൻറ്റ് സംഭവിച്ച സമയത്ത് എനിക്ക് പെട്ടെന്നുണ്ടായ ബ്ലീഡിങ് ആണെന്ന് പറഞ്ഞു. ബ്ലഡ് നിൽക്കാതെ പോയിക്കൊണ്ട്, അപ്പോൾ യൂട്രസിലേക്കൊക്കെ നീര് വന്ന് ബ്ലാഡർ മൊത്തം മൂടി. അങ്ങനെ സത്യം പറഞ്ഞാൽ അതിനെ എടുക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര അങ്ങനെ മൊത്തം വേറിട്ട് എൻ്റെ ശരീരത്തിൽ തൊടുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര വേദനയാണ്. മൊത്തം പൊട്ടിക്കിടക്കല്ലേ. അപ്പോൾ അവർക്ക് അറിയില്ലല്ലോ. അങ്ങനെ എനിക്ക് മൂത്രം കഴിക്കാൻ ട്യൂബൊക്കെ ഇട്ട് നേരെ ഇഞ്ചക്ഷനൊക്കെ വെച്ച് നേരെ ICUക്ക് മാറ്റി സ്കാൻ ചെയ്ത് എക്സ്റേ എടുത്ത് ICUയിൽ കിടക്കുക. അങ്ങനെ വീട്ടുകാരെ അടുത്ത് ഡോക്ടർ പറഞ്ഞു, ഓപ്പറേഷൻ ചെയ്യാനും പറ്റില്ല, മാവിടാനും പറ്റില്ല, അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് പൊട്ട്, കിടന്നിട്ട് തന്നെ എല്ല് കൂടണം, അല്ലെങ്കിൽ ജീവിതകാലം മുഴുക്ക അരയ്ക്കുന്നു, തളർന്ന് കിടക്കുന്നു. അങ്ങനെ എൻ്റെ ദൈവത്തെ പോലെ ഞാൻ എപ്പോഴും പറയുന്ന ഒരാളുണ്ട്.